ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ, ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ അസ്തമിച്ചു തുടങ്ങുമ്പോൾ, അപ്രതീക്ഷിതമായി നമ്മെ സഹായിക്കാൻ ചിലരെത്തുമ്പോൾ അവരെ നാം മാലാഖമാർ എന്ന് വിളിക്കാറില്ലേ? അതെ, ആ സമയത്ത് അവരൊക്കെ നമുക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ദൂതന്മാരായി തീരുകയാണ്. സെപ്റ്റംബർ 29 തിരുസഭ മുഖ്യദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നീ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ 3 മാലാഖമാരുടെ പേരുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണീശോയ്ക്ക് സ്തുതിഗീതങ്ങൾ പാടിയ മാലാഖമാർ ഇടപിരിയാതെ എന്നും ഈശോയ്ക്കൊപ്പമുണ്ടായിരുന്നു. മരുഭൂമിയിലെ പരീക്ഷണവേളയിലും ഗത്സമനയിലെ തീവ്ര ദുഃഖത്തിൻ്റെ നടുവിലും സഹനത്തിൻ്റെ വേലിയേറ്റങ്ങൾക്കൊടുവിൽ ഉത്ഥാനത്തിൻ്റെ പുത്തൻ പുലരിയിലും മാലാഖമാർ അവിടുത്തെ സന്തത സഹചാരികളായിരുന്നു. ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ് മാലാഖമാർ. ദൈവത്തിൻ്റെ സേവകർ മാത്രമല്ല, രക്ഷയുടെ അവകാശികളായവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അയക്കപ്പെട്ടവരുമാണവർ. ശൈശവം മുതൽ മരണം വരെ മനുഷ്യർക്ക് മാലാഖമാരുടെ ജാഗ്രതാപൂർവമായ പരിരക്ഷണവും മാധ്യസ്ഥവും ലഭിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും സമീപത്ത് അവൻ്റെ ജീവിതത്തിന് വഴികാട്ടിയും സംരക്ഷകനുമായി ഒരു മാലാഖയുണ്ട് എന്ന് ആരും നിഷേധിക്കാതിരിക്കട്ടെ എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ അനുശാസിക്കുന്നുണ്ട്. മിഖായേൽ എന്ന പേരിനർത്ഥം ദൈവത്തോട് അടുത്തവൻ എന്നാണ്. ദൈവദൂതന്മാരുടെ രാജകുമാരൻ എന്നും മിഖായേൽ മാലാഖ അറിയപ്പെടുന്നുണ്ട്. സാത്താനോട് പോരാടുന്നതിനും സാത്താൻ്റെ പിടിയിൽ നിന്ന് ആത്മാക്കളെ മോചിക്കുന്നതിനും അന്ത്യവിധിക്കായി ആത്മാക്കളെ കൊണ്ടുവരുന്നതിനും ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി തീരുന്നതിനും നിയുക്തനായിരിക്കുന്ന മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകമായി തേടേണ്ടതുണ്ട്. ദൈവജനത്തിൻ്റെ കാവലാളായി ഗബ്രിയേൽ മാലാഖ ഉണർന്നെഴുന്നേൽക്കുമെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പ്രവചനമുണ്ട്. സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നുള്ള മോചനത്തിനായി ദൈവജനത്തിൻ്റെയും തൻ്റെ തന്നെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച യാചനയർപ്പിച്ച ദാനിയേലിന് ഗബ്രിയേൽ മാലാഖ ദർശനം നൽകുന്നുണ്ട്. സായാഹ്ന ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയേലിൻ്റെ സമീപത്തേക്ക് പറന്നു വന്ന മാലാഖ പറയുന്നു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ദൂതമായി നമ്മെ സമീപിക്കുന്നവരാണ് മാലാഖമാർ. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ തികവിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന് കണ്ണിമയ്ക്കാതെ കാവലേകാൻ, നന്മയുടെ നേരിൻ്റെ വഴികളിൽ പദമൂന്നാൻ നമ്മെ സഹായിക്കാൻ അവിടുന്ന് നമുക്കായി മാലാഖമാരെ സമ്മാനിച്ചത്. പഴയ നിയമത്തിൽ കൊച്ചു തോബിത്തിൻ്റെ കഥ നാം വായിക്കുന്നുണ്ട്. മേദിയായിലെ റാഗേസിലേക്കുള്ള യാത്രയിൽ അവൻ്റെ സഹയാത്രികരായി അവനൊപ്പം സഞ്ചരിച്ചത് റഫായേൽ മാലാഖയായിരുന്നു. തൻ്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. ഞാൻ റഫായേലാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. തൻ്റെ മുൻപിൽ ഭയചകിതരായി കമിഴ്ന്നു വീണ തോബിത്തിനോടും തോബിയാസിനോടും മാലാഖ പറയുന്നുണ്ട്, എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. തോബിത്തിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ റഫായേൽ മാലാഖയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സൗഖ്യദായകമായ കരത്തിൻ്റെ പ്രതിഫലനമായി നമുക്ക് കാണാം. റഫായേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം സൗഖ്യം തരുന്നു എന്നതാണ്. ഓരോ മാലാഖമാർക്കും ദൈവം ഓരോരോ ദൗത്യങ്ങൾ വരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക് പുത്തൻ സ്വപ്നങ്ങൾ നൽകാൻ, ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മാലാഖമാരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതോടൊപ്പം നമുക്കുള്ളിൽ ഒരു മാലാഖയുണ്ട് എന്ന സത്യം തിരിച്ചറിയാനുള്ള ഒരു ദിനം കൂടിയാണിത്. ആകൃതി നഷ്ടപ്പെട്ട കല്ലിൽ പോലും മനോഹരമായൊരു ശില്പം ഉറങ്ങി മയങ്ങുന്നുണ്ട്. ഒന്ന് രാഗി മിനുക്കിയാൽ
ആ രൂപത്തെ വീണ്ടെടുക്കാനാകും. അവരുടെ ജീവിതത്തിന് പുത്തൻ സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന, ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ അവനെ പ്രാപ്തരാക്കുന്ന മാലാഖമാരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.